ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് പണം, ധനം, സമ്പത്ത്, അതൊക്കെ പ്രോസ്പെരിറ്റി ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഭവനത്തിലേക്ക് എപ്പോഴും ഒരു ബ്ലോക്കേജ് ഇല്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയതായി വരുന്ന ഓരോ വ്യക്തികളെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ പണം, ധനം, സമ്പത്ത്, പ്രോസ്പെരിറ്റി ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഞാൻ ഇതിനു മുമ്പ് 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറേ ആളുകളുടെ ആ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംശയത്തിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഞാൻ അറിയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പണം എന്ന് പറയുന്നത് അത് എനർജി ലെവലാണ്. നമുക്ക് നമ്മളുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മളിലുള്ള പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളിലുള്ള ബ്യൂട്ടിഫുൾനെസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പവർഫുൾനെസ് ഇതുപോലെ പറയുന്ന ഒന്ന് തന്നെയാണ് മണി എന്ന് പറയുന്നത്. പണം, ധനം, സമ്പത്ത്, പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് എനർജി ലെവലാണ്. അപ്പോൾ നമ്മളുടെ ഭവനത്തിലെ അല്ലെങ്കിൽ നമ്മളിലെ എനർജി ബ്ലോക്കേജസിനെ എല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് എപ്പോഴും നമ്മളുടെ ആ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനെ റേസ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ ഈ ബ്ലോക്കേജ് എല്ലാം മാറി ഇത് നമുക്ക് ഒരു ഫ്ലോ ഓഫ് എനർജി പോലെ നമ്മളുടെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ചെയ്യാനുള്ള കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ വീട് എന്ന് പറയുന്നത് വളരെ വൃത്തിയായി മൂദേവിയെ ഇറക്കി വിട്ട് ശ്രീദേവിയെ ആനയിച്ച് നമ്മളുടെ വീട്ടിലേക്ക് ഇരുത്തുന്നത് പോലെ എപ്പോഴും വളരെ വൃത്തിയായി സൂക്ഷിക്കുക. നമ്മളുടെ വീട്, ബെഡ്റൂം, അടുക്കള എന്ന് പറയുന്ന ഇടത്ത് ചപ്പ്, കുപ്പ, കൂന അല്ലെങ്കിൽ ചിലന്തിവല അല്ലെങ്കിൽ പഴയ ബുക്കുകൾ, പൊട്ടിപ്പൊളിഞ്ഞ പാത്രങ്ങൾ അല്ലെങ്കിൽ കസേരയുടെയൊക്കെ കാല് പൊട്ടിപ്പോയത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഷൂസ്, ചെരുപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നമ്മളുടെ വീട്ടിൽ നിന്നും ഡിസ്പോസ് ചെയ്ത് മാറ്റുക. സമയാസമയങ്ങളിൽ ഇതെല്ലാം ചെയ്ത് നമ്മളുടെ വീട് വളരെ ശുദ്ധമാക്കി വയ്ക്കുക. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുക്കള എന്ന് പറയുമ്പോൾ ഓരോ നേരവും നമ്മൾ അന്നം അല്ലെങ്കിൽ ആഹാരം പാചകം ചെയ്യുന്ന സ്ഥലമാകുമ്പോൾ നമ്മളുടെ അടുക്കളയും വളരെ ശുദ്ധമാക്കി നമ്മളുടെ ഡ്രോയിങ് റൂം പോലെ നമ്മൾ തുല്യമാക്കി വൃത്തിയാക്കി വയ്ക്കുക. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഉപ്പിൻ്റെ ആ ഒരു കാര്യവും അതിൽ ശ്രീദേവി വാഴുന്നുണ്ടെന്നും അതിനെ വെക്കേണ്ട കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ വീട് വളരെ ശുദ്ധമായി ഇരിക്കുകയും അങ്ങനെ നമ്മളുടെ പണം, ധനം, സമ്പത്ത്, പ്രോസ്പെരിറ്റി നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളുടെ ഭവനത്തിലേക്ക് വരാനുള്ള ബ്ലോക്കേജസ് അങ്ങനെ മാറ്റിയെടുക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ ലോവർ ചക്രാസ് ആയിട്ടുള്ള റൂട്ട് ചക്ര, സേക്രൽ ചക്ര, പിന്നെ സോളാർ പ്ലക്സസ് ചക്ര, ഇതെല്ലാം ബ്ലോക്കേജ് മാറ്റി നമ്മളെ ആ പ്രാണ അല്ലെങ്കിൽ വായു സദാ നമുക്ക് ഒഴുകിക്കൊണ്ടിരിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കാൻ വേണ്ടിയിട്ട് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും കൃത്യമായി ഒരു 15 മിനിറ്റ് മുതൽ ഒരു 30 അല്ലെങ്കിൽ 1 മണിക്കൂർ എത്രയാണ് നിങ്ങൾക്ക് സമയമുള്ളതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അതിനുവേണ്ടി സമയം മാറ്റിവെക്കുക. അപ്പോൾ നമ്മുടെ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറയുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസിനെ സൂചിപ്പിക്കുന്നു. സേക്രഡ് ചക്ര എന്ന് പറയുമ്പോൾ സെക്ഷുവാലിറ്റിയെ സൂചിപ്പിക്കുന്നു. എന്ന് പറയുമ്പോൾ നമ്മളിലെ പവർ എന്താണ്, നമ്മളിലെ ക്രിയേറ്റിവിറ്റി എന്താണ്, നാം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഈ ബ്ലോക്കേജ് എല്ലാം മാറുമ്പോൾ വി ആർ ഇൻ ഹൈ വൈബ്രേഷൻ എനർജി ലെവൽ. എന്നെ പിടിച്ചു നിർത്താൻ ആർക്കും സാധിക്കില്ല. എന്നോളം എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നും മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഈ ലോകത്തുള്ളത് എല്ലാം നേടിയെടുക്കും എന്നുള്ളൊരു പവറിലും കോൺഫിഡൻസിലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ലോവർ ചക്രാസിൻ്റെ ബ്ലോക്കേജ് എല്ലാം മാറ്റിയെടുക്കുക. അങ്ങനെ വളരെ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നിങ്ങൾ എത്തുക. പിന്നെ നമ്മളുടെ മനസ്സിൽ നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മാറ്റി നമ്മൾ അത് തിരുത്തി എഴുതി പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചില കാര്യത്തിലൊക്കെ കുറച്ച് പിശുക്കാണ്.
നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി 2000, 3000, 3500, 4000 രൂപയ്ക്കൊക്കെ സാധനം വാങ്ങിച്ചിട്ട് ആ പ്രൈസ് ടാഗ് പോലും നോക്കാതെ ബില്ലടിക്കുന്നിടത്ത് ആ ചേച്ചി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കാശ് എണ്ണി കൊടുത്ത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോയിൽ നമുക്ക് വീട്ടിലേക്ക് വരണമെങ്കിൽ ഓട്ടോ വിളിക്കും. ഓട്ടോക്കാരൻ ആ ചേട്ടൻ നമ്മളെ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ ചിലപ്പം 5-10 രൂപ അധികം വാങ്ങിച്ചെങ്കിൽ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. ഇന്നലെ ഞാൻ അവിടെ പോയിട്ട് ഇവിടെ വരെ വന്നതിന് ഇത്ര രൂപയുള്ളായിരുന്നില്ല, പിന്നെ നിങ്ങൾ എന്തിനായിരുന്നു 10 രൂപ അധികം വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളവിടെ പിശുക്ക് കാണിക്കരുത്. എന്ന് കരുതി എല്ലാവർക്കും കയ്യിലിരിക്കുന്ന എല്ലാം വാരിക്കോരി കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിലെ പ്രൈസ് ടാഗ് നോക്കി ഓരോ സാധനത്തിൻ്റെ വില കൃത്യമായി നോക്കി ടാക്സ് എത്രയുണ്ടെന്നൊന്നും നോക്കാതെ അതിൽ കാണിച്ചിരിക്കുന്ന ആ എമൗണ്ട് നമ്മൾ കൊടുക്കാനുള്ള ഒരു ലാഘവം. ഓട്ടോക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ജോലി ചെയ്യുകയാണ്. 5-10 രൂപ അവരെ ചോദിക്കുമ്പോൾ അതങ്ങ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ വേണ്ടാത്തടത്തുള്ള ഈ പിശുക്ക് കുറയ്ക്കുകയും വേണ്ടുന്നിടത്ത് ആവോളം നമ്മൾ ചിലവാക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞത് നമുക്ക് മറ്റുള്ളവർ എന്തെങ്കിലും അർഹതപ്പെട്ട രീതിയിൽ ഒരാൾ 5-10 രൂപ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള മനസ്സും നമ്മൾ ആവോളം ചിലവാക്കുന്നിടത്ത് അങ്ങനെ ചിലവാക്കാതെ അവിടെ ഒരു കൺട്രോൾ കൊണ്ടുവരികയും ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളുടെ തന്നെ ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ? എൻ്റെ കുടുംബപരമായിട്ട് എല്ലാവരും വളരെ പാവങ്ങളാണ്. അന്നത്തെ അന്നത്തിനുള്ള വക പോലും ഇല്ലാതെ എൻ്റെ അച്ഛനും അല്ലെങ്കിൽ അപ്പൂപ്പൻ ആ ഒരു തലമുറയൊക്കെ ജീവിച്ച് വളർന്നൊരു സാഹചര്യത്തിൽ എനിക്ക് നാളെ 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയുകയും നമ്മളുടെ താഴെയുള്ള തലമുറകളോടും ഇത് തന്നെ പറഞ്ഞ് അവരുടെ മനസ്സിലും ആ ഒരു രീതിയിലുള്ള ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നമ്മളെ കൊണ്ട് എന്തെല്ലാം കഴിവുകളുണ്ടോ അത് ഈശ്വരൻ നമുക്ക് തന്നതാണ്. ഞാൻ ഈശ്വരൻ്റെ കുഞ്ഞായതുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്യും. അതിൻ്റെ ഫലം ഈശ്വരൻ സമയാസമയം എനിക്ക് തരുമെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചുറ്റിനുമുള്ള ആൾക്കാർക്ക് പണമുള്ളവർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ ഒക്കെ കാണുമ്പം അവരോട് നമുക്ക് തോന്നുന്ന ഒരു പുച്ഛം അല്ലെങ്കിൽ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു അസൂയ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റുക. ആര് എന്ത് രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നു, എത്ര കഴിവോടെ അവർ പരിശ്രമിക്കുന്നു, അതിൻ്റെ ഫലമാണ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതിനിപ്പുറത്ത് നിന്നുകൊണ്ട് അവരൊന്നും ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ അവർക്ക് എപ്പോഴും കാശാണ്, അവരെന്തൊരു സുഖലോലുപരായിട്ട് ജീവിക്കുന്നു എന്നുള്ള നമ്മളുടെ ആ ഒരു ചിന്താഗതി മാറ്റുക. അവരും ഈശ്വരൻ്റെ കുഞ്ഞാണ്, ഞാനും ഈശ്വരൻ്റെ കുഞ്ഞാണ്. എനിക്ക് തന്നിരിക്കുന്ന കഴിവനുസരിച്ച് ഞാൻ പരിശ്രമിച്ചാൽ എനിക്കതിനുള്ള അർഹതപ്പെട്ടതെല്ലാം ഈശ്വരൻ സമയാസമയം എനിക്ക് തരും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളുടെ ചിന്താഗതിയെ ഒന്ന് മാറ്റുക. എന്നെക്കൊണ്ട് എന്തും നേടാൻ സാധിക്കും എന്നുള്ളൊരു രീതിയിൽ കോൺഫിഡൻസിനെ ബൂസ്റ്റപ്പ് ചെയ്ത് സൂര്യഭഗവാൻ രാവിലെ ഉദിച്ചു നിൽക്കുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുക. എന്ത് വന്നാലും ശരി, ഇതിനെയൊന്നും തകർക്കാൻ കഴിയില്ല. എൻ്റെ ഈശ്വരനുമായിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസുമായിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ടുള്ള ആ ഒരു കണക്ഷനെ ആർക്കും തകർക്കാൻ സാധിക്കില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ എന്തെല്ലാം കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്യും. അതിന് ഈശ്വരൻ എനിക്ക് അർഹിക്കുന്നത്, എനിക്കുള്ളത് എനിക്ക് തന്നെ തരും, അതാർക്കും കൊടുക്കില്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ കോൺഫിഡൻസിനെ, നമ്മുടെ പവറിനെ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ, നമ്മുടെ പാഷനെ എല്ലാം ബൂസ്റ്റപ്പ് ചെയ്ത് ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് കൊണ്ടു നിർത്തുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷന് മുമ്പേ വന്ന ഒന്നാണ് ലോ ഓഫ് അസംഷൻ. അതായത് നമ്മളൊരു ആഗ്രഹത്തിനെ ആഗ്രഹിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ആ ആഗ്രഹം എനിക്ക് കിട്ടി എന്നുള്ള ആ ഒരു വൈബിൽ നമ്മൾ ജീവിക്കുക. ഇപ്പോൾ പണം വേണം, പണത്തിന് ഭയങ്കര ബ്ലോക്കേജാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എല്ലാ നിമിഷവും നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ട് എന്നുള്ള ആ ഒരു വൈബിൽ നമ്മൾ ജീവിക്കുക. നമ്മളെല്ലാത്തിനെയും നോക്കി കാണുക എന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, അപ്പം വരുന്നവർക്കും പോകുന്നവർക്കും കടയിൽ ചെന്ന് ധൂർത്തടിച്ച് അത് കളയണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളുടെ എനർജി അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയെ അത്രത്തോളം നമ്മൾ റൈസ് ചെയ്ത് നിർത്തുക. പിന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, എൻ്റെ വീട് നിറച്ച് മഹാലക്ഷ്മിയുടെ ആ ഒരു അമ്മയുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് നടന്നു പോകുന്നിടത്തെല്ലാം സ്വർണ്ണ നാണയം, ഞാൻ ഉറങ്ങുന്നത് സ്വർണ്ണ നാണയത്തിൻ്റെ മുകളിൽ. സ്വർണ്ണാഭരണങ്ങളായാലും പണമായാലും ധനമായാലും പ്രോസ്പെരിറ്റി ആണെങ്കിലും എനിക്ക് നടന്നു പോകാൻ തറ ഏതാന്ന് കാണാൻ വയ്യാത്തതുപോലെ
നിധികുംഭങ്ങൾ ഇങ്ങനെ വാരി കൂന പോലെ ഇട്ടിരിക്കുന്ന രീതിയിൽ എൻ്റെ വീട് നിറച്ചും അത്രത്തോളം അമ്മയുടെ അനുഗ്രഹമാണെന്നുള്ള രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, ആ ഒരു വൈബിൽ നമ്മൾ ജീവിക്കുക. അങ്ങനെ ഇത്രയും എനിക്ക് തന്നതിന് ഓരോ നിമിഷവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എപ്പോഴും വളരെ ഫ്രഷ് ആയിട്ടിരിക്കും. ഒരു ആപ്പിള് കട്ട് ചെയ്യുമ്പോൾ അതിനകം എങ്ങനെ ഇരിക്കുമോ അതുപോലെ നമ്മൾ എപ്പോഴും എല്ലാ നിമിഷവും നമ്മൾ കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ, നമ്മളെ മറ്റുള്ളവർ നോക്കുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെപ്പോഴും വളരെ ഫ്രഷായിട്ടും വളരെ പോസിറ്റീവായിട്ടും വളരെ പവർഫുള്ളായിട്ടും ഇരിക്കുമ്പോൾ ഇതെല്ലാം എനർജിയാണ്. നമ്മൾ രാവിലെ ജനലും കതവും എല്ലാം തുറന്നിടുമ്പോൾ വെളിയിൽ നിന്നുള്ള എനർജി, ഫ്രഷായിട്ടുള്ള എയർ അകത്തേക്ക് കയറുന്നത് പോലെ മണി എന്ന് പറയുന്ന എനർജിയും നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് വീട്ടിൽ പണം, ധനം, സമ്പത്ത് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൂൺ സൈക്കിൾസിൻ്റെ ആ ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മളുടെ ന്യൂ മൂൺ പോർട്ടൽ ഓപ്പൺ ആവുമ്പോൾ നമ്മളുടെ ഷാഡോ സൈഡിൻ്റെ വർക്കിംഗ് എല്ലാം നടത്തി, നമ്മളുടെ ഇന്നർ ഹീലിംഗ് എല്ലാം നടത്തി, നമ്മളുടെ വേദനകളെല്ലാം നമ്മൾ പർജ് ചെയ്ത്, നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്ത് അത് എഴുതി ചന്ദ്രഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ട് കത്തിച്ച് കളയുന്ന ആ ഒരു റിച്വൽസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ മൂണിൻ്റെ സമയത്ത്, അപ്പോൾ ചന്ദ്രഭഗവാൻ വളരെ ഭംഗിയാണ് കാണാൻ. ആ ഒരു സമയത്ത് നമ്മളുടെ മാനിഫെസ്റ്റേഷൻസിനെ എല്ലാം നമ്മൾ ഉയർത്തിക്കൊണ്ട് വരിക. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മളുടെ ആ ഒരു ചന്ദ്രഭഗവാൻ വളരെ പ്രഭാവത്തോട് കൂടി നിൽക്കുന്ന അതിൻ്റെ കൂടെ വരുന്നതാണ് പൗർണമി. ആ പൗർണമിയുടെ ദിവസം രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ പച്ച മഷി കൊണ്ട് ശ്രീ 2918 എന്ന് പറയുന്ന ഈ ഒരു വാചകം, ശ്രീ 2918 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ എഴുതി നിങ്ങളുടെ പേഴ്സിനകത്ത് സൂക്ഷിച്ചു വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആ ഒരു പേഴ്സെങ്കിൽ പേഴ്സ്, ബാഗെങ്കിൽ ബാഗ്, ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വയ്ക്കുക. എപ്പോഴും നിങ്ങൾ ആ പേഴ്സ് തുറക്കുമ്പോൾ ഇത് കാണത്തക്ക രീതിയിൽ അതിനെ ഒന്ന് കാണുക. അതിനെ കാണുമ്പോൾ മഹാലക്ഷ്മി അല്ലെങ്കിൽ അമ്മയെ നമ്മളുടെ ആ പാതാരവിന്ദങ്ങളിൽ നമ്മൾ തൊട്ട് നമസ്കരിച്ചു, നമ്മൾ കൈകൂപ്പുന്നു എന്നുള്ള ഒരു വിഷ്വലൈസേഷനിൽ നമ്മളെപ്പോഴും അത് നോക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പണം നമ്മളുടെ പേഴ്സിൽ ഒരു നേരവും ഇല്ലാതിരിക്കില്ല. അതിങ്ങനെ സദാ ഒഴുകിക്കൊണ്ടിരിക്കും. ആലിലയിലൊക്കെ ഇത് എഴുതി വയ്ക്കാം, പക്ഷേ ഇത് കുറേ നാൾ സൂക്ഷിക്കുമ്പോൾ പേഴ്സിലിരിക്കുന്ന ബാക്കി പേപ്പറിനൊക്കെ അത് കേടുപാട് സംഭവിക്കുന്നത് കൊണ്ട് പേപ്പറാണ് നല്ലത്. അല്ലെങ്കിൽ ഒത്തിരി കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ടൈപ്പ് എന്തെങ്കിലും പേപ്പറോ അങ്ങനെ ആയാലും കുഴപ്പമില്ല, പക്ഷേ പച്ച മഷിയിൽ തന്നെ അത് എഴുതുക. പിന്നെയുള്ളൊരു ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് 520 741, അതായത് മുകളിലും താഴെയായിട്ടും 520 741 എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഇടതുവശത്ത് എവിടെയെങ്കിലും പച്ച മഷിയിൽ എഴുതിയിട്ടാൽ അതും നമ്മളുടെ മണി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെഡ് കളർ, അത് റൂട്ട് ചക്രയെ സൂചിപ്പിക്കുന്നു. പിന്നെ ഗ്രീൻ കളർ നമ്മുടെ ഹാർട്ട് ചക്രയെ സൂചിപ്പിക്കുന്നു. യെല്ലോ കളർ നമ്മുടെ സോളാർ പ്ലക്സസ് ചക്രയെ സൂചിപ്പിക്കുന്നു. പിന്നെ ബ്രൗൺ കളർ അത് നമ്മളുടെ ഭൂമി മാതാവിനെ സൂചിപ്പിക്കുന്നു. ഈ കളറെല്ലാം നിങ്ങളുടെ ഡ്രോയിങ് റൂമിലോ അല്ലെങ്കിൽ കിച്ചണിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ എവിടെയാണ് നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവിടെ ഒക്കെ എല്ലാ സമയത്തും നിങ്ങളുടെ കണ്ണുടക്കുന്ന അവിടെയെല്ലാം നമുക്ക് സ്റ്റിക്കി നോട്ട്സായിട്ട് ഈ കളറിലൊക്കെ വെച്ചിട്ട് നമ്മൾ അഫർമേഷൻസ് പറയുക. എന്ത് അഫർമേഷൻസ് പറയുക? പണം എന്ന് പറയുന്നത് മഴ പോലെ എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഐ എം എ മണി മാഗ്നറ്റ്, ഐ എം വെരി അബണ്ടൻറ്റ്, മണി ഈസ് ഫ്ലോയിങ് ടു മീ ലൈക്ക് റെയിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു അഫർമേഷൻസ് ഇതിലൊക്കെ എഴുതി വെക്കുക. അപ്പോൾ എപ്പോൾ നമ്മുടെ കണ്ണുടക്കുന്നോ ആ ഒരു കളറിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളത് വായിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ അഫർമേഷൻസ് പറയുക. എന്നിട്ടോ ഈ അഫർമേഷൻസ് എല്ലാം പറഞ്ഞിട്ട് ആ ഒരു ഫ്രീക്വൻസി വൈബിൽ എല്ലാം കിട്ടി എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ വാരിക്കോരി തരുന്നതിന്, അബണ്ടൻ്റായിട്ട് എനിക്ക് എല്ലാ നിമിഷവും തരുന്നതിന് യൂണിവേഴ്സിനോട് കോടാനുകോടി പ്രണാമം എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്താൽ
പണം, ധനം, സമ്പത്ത്, പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക്, നിങ്ങളുടെ ഓഫീസിലേക്ക് ഒക്കെ ഇങ്ങനെ ഒരു ബ്ലോക്കേജും ഇല്ലാതെ സദാ ഒഴുകിക്കൊണ്ടിരിക്കും. പിന്നെയുള്ളൊരു ടെക്നിക്കാണ് ക്ലോവ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒന്നാണ് ക്ലോവ്. അത് നമ്മൾ പൊടിച്ച് ഒരു സ്പ്രെയർ ജാറിനകത്തിട്ട് എല്ലാ റൂമിലും നമ്മളത് സ്പ്രേ ചെയ്താൽ നമ്മളുടെ വീടിൻ്റെ നെഗറ്റിവിറ്റി എല്ലാം പോയി എപ്പോഴും വളരെ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് അത് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പണം വീട്ടിൽ ഡ്രോയിലോ അല്ലെങ്കിൽ കേസിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ സൂക്ഷിക്കുന്നെങ്കിൽ അതിലൊരു 4 ക്ലോവ് ഇട്ട് അതിൻ്റെ കൂടെ വെച്ചാൽ അവിടെയും പണം ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കും. എന്ന് പറഞ്ഞാൽ പണം എനർജി ലെവലാണെങ്കിൽ, അത് ശ്രീദേവി ആണെങ്കിൽ അതിനെ ആനയിച്ചിരുത്തുമ്പോൾ അവിടെയുള്ള മൂദേവി എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള വേസ്റ്റായിട്ടുള്ള നെഗറ്റീവ് എനർജി വരുന്ന എല്ലാത്തിനെയും എടുത്തു കളഞ്ഞ് വളരെ ശുദ്ധമാക്കുക. നിങ്ങളുടെ മനസ്സിനെയും ശുദ്ധമാക്കുക. നമ്മളുടെ ഹാർട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആക്കി വെക്കുക. എൻ്റെ കഴുത്തിലൊരു കത്തി വെച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നെങ്കിൽ പോലും അയ്യോ ഇനി എന്തോ ചെയ്യും, ഞാൻ മരിക്കാൻ പോവാനേ എന്നുള്ള രീതി വരാതെ, അമ്മയുടെ കുഞ്ഞാണ്, യൂണിവേഴ്സിൻ്റെ കുഞ്ഞാണ് ഞാൻ, അതുകൊണ്ട് ഈ കത്തി ഇവിടെ വെച്ചിരുന്നാലും എനിക്ക് മരണം സംഭവിച്ചാലും ആ മരണം അവസാന ശ്വാസം നിൽക്കുന്നത് വരെയും ഞാൻ യൂണിവേഴ്സിൻ്റെ കുഞ്ഞായതുകൊണ്ട് എനിക്ക് ഒന്നും സംഭവിക്കില്ല, എനിക്ക് കിട്ടേണ്ടതെല്ലാം അമ്മ അല്ലെങ്കിൽ യൂണിവേഴ്സ് എനിക്ക് തന്നുകൊണ്ടേയിരിക്കും എന്നുള്ള രീതിയിൽ ഹൈ വൈബ്രേഷൻ എനർജിയിൽ എല്ലാ നിമിഷവും നിങ്ങൾ നിൽക്കുക. ഉറങ്ങുമ്പോൾ പോലും ആ ഒരു രീതിയിൽ നിന്നാൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ തോട്ട്സ് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും ഒഴുകി നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളുടെ ജീവിതം വളരെ പവർഫുള്ളായി നിങ്ങളെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത ആ ഒരു രീതിയിലേക്ക് ഉയരാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.